അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നിമിഷപ്രിയ അങ്ങനെ വധശിക്ഷയിൽ നിന്ന് താൽക്കാലികമായിട്ട് വധശിക്ഷ നിർത്തലാക്കാൻ വേണ്ടിയിട്ട് യമൻ കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണഭൂതനായ ആൾ ഇവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹം എന്താണ് പറയണതെന്ന് നമുക്കൊന്ന് കേൾക്കാം. ഓക്കെ. കേരള ഗവൺമെന്റ് തന്നെ ആ കാര്യം കേന്ദ്ര ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ആവശ്യമായ ഇടപെടൽ വേണം എന്ന് മുഖ്യമന്ത്രി തന്നെ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുള്ള ഒരു പ്രശ്നമാണ്. മനുഷ്യത്വപരമായ ഒരു നിലപാടാണ് അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് എടുത്തിട്ടുള്ളത്. അത് തീർച്ചയായും കേന്ദ്ര ഗവൺമെന്റ് കൂടി ഫലപ്രദമായി ഇടപെട്ട് ഇത്തരത്തിലുള്ള വധശിക്ഷകൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമകരമായ ഒരു ഇടപെടൽ വേണം എന്ന് തന്നെയാണ് പാർട്ടി ഇടപെടലിലൂടെ ശിക്ഷാവിധി നീട്ടിവെച്ചിട്ടുണ്ട്, താൽക്കാലികമായി മരവിപ്പിച്ചിരിക്കുകയാണ്. അതെ, ആയിക്കോട്ടെ. നമുക്കതിൽ വേറെ പ്രശ്നമില്ല. നമുക്കതിൽ വേറെ പ്രശ്നമില്ല. ഞാൻ തന്നെയാണ് പറഞ്ഞത്, ആവശ്യമായ ഇടപെടൽ നടത്തണം. ഗവൺമെന്റ് രീതിയിൽ കേരള ഗവൺമെന്റ് അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റും ഒക്കെ ശ്രമിച്ച് അതിൽ ഫലപ്രദമായ ഇടപെടലുണ്ടാവണം എന്ന് തന്നെയാണ്. കേട്ടില്ലേ? കേരളത്തിന്റെ നിരന്തരമായ അഭ്യർത്ഥന മാനിച്ച് കേന്ദ്രത്തിന്റെ ഇടപെടൽ കാരണമാണ് നിമിഷപ്രിയന്റെ വധശിക്ഷ താൽക്കാലികമായി നിർത്തിവെച്ചത് കോടതി, യമൻ കോടതി. മനസ്സിലായില്ലേ? നിങ്ങൾ ആരും കേൾവിയാതറരുത്. അടിച്ചിട്ടിട്ടുണ്ട് എന്താ പറയാ ആശാനി. അണികൾ ഏറ്റുപിടിച്ചോണം. ക്യാപ്സൂൾ എല്ലായിടത്തും ഇറക്കിക്കോ. മനസ്സിലായാ? ഇനി ആർക്കും കിട്ടിയില്ല എന്നുള്ള ഒരു പരാതി വേണ്ട. ഇലക്ഷനൊക്കെ വരുന്നത് നിങ്ങളിപ്പോ കുറച്ച് പ്രവർത്തനം ഇപ്പൊ കുറച്ച് മോശമായിട്ടുണ്ട്. അത് നിലമ്പൂരും അതേപോലെ പാലക്കാടും മറ്റേ വടകരയിലൊക്കെ കണ്ടത് അതാണ്. അതുകൊണ്ടേ ഇങ്ങനെ വെച്ചാൽ ശരിയാവില്ല. ഇലക്ഷനൊക്കെ വരുന്നുണ്ട്. എല്ലാവരും ശരിക്ക് ഒന്ന് ആഞ്ഞു പിടിച്ചാൽ നമുക്ക് തന്നെ അടുത്ത പ്രാവശ്യം ഭരിക്കാം. ഉളപ്പില്ലായ്മ എന്ന് പറഞ്ഞാല് ഇങ്ങനത്തെ നേതാക്കന്മാർ ഞാൻ കരുതിയത് BJP-യിൽ യു പിയിലുള്ള BJP-ക്കാര് അതേപോലെ ഇവിടെ കുറച്ച് BJP-ക്കാര് കാണുള്ളതെന്ന് വിചാരിച്ചു. ഇത്രയും വിവരമില്ലായ്മ വിളമ്പണ ആൾക്കാര് ഇതൊക്കെ ഇതിൽപ്പെട്ടാന്നുള്ളത് ഇപ്പോഴാണ് അറിയണത്. അടച്ച റബ്ബേ, എന്തൊക്കെ കാണണല്ലേ. ഇന്നലെ കേന്ദ്രം തന്നെ കോടതിയിൽ സമർപ്പിച്ച ഒരു ഇതുണ്ട്. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന എന്താ അറിയോ? ഒന്നും ചെയ്യാനില്ലാന്ന് യമൻ കോടതി